1952 നടന്ന രാജ്യത്തെ ആദ്യ തെരഞ്ഞെടുപ്പിന്റെ ശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന ഒരാളെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കോഴിക്കോട് താമരശ്ശേരിയിലാണ് അയാളുള്ളത്. വടക്കൻ മലബാർ മദിരാശിയുടെ ഭാഗമായിരുന്ന അന്ന് നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും ഒരുമിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. പ്രജാപതി സോഷ്യലിസ്റ്റ് പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമാണ് അന്നത്തെ തെരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിച്ചത്. ഈ ജനുവരി 12 നടക്കുവാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി ഞങ്ങൾ നിൽക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചാൽ അടുത്ത 5 കൊല്ലം കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിലും പഞ്ചവത്സര പദ്ധതിയിലും വിശദമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിലേക്കുള്ള അഭ്യർത്ഥനാ കത്തായിരുന്നു ഇത്. ഈ കത്ത് നിധി പോലെ സൂക്ഷിക്കുന്ന ഒരാൾ കോഴിക്കോടുണ്ട്. കോഴിക്കോട് താമരശ്ശേരി മാനിപുരത്തെ വേലായുധൻ എന്ന് പറയുന്നയാൾ. കോഴിപ്പുറത്ത് മാധവമേനോനും എൻ വെളിയനും PP ഉമ്മർകോയയും ചേർന്ന് 72 വർഷങ്ങൾക്ക് മുൻപ് തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് അഭ്യർത്ഥനാ കത്ത്. ചിഹ്നം നുകം വെച്ച് 2 കാളകൾ. എൻ്റെ അച്ഛൻ ആയിക്കോട്ടുമ്മൽ ഉണ്ണിപ്പരവൻ എന്ന ആൾക്ക് കോൺഗ്രസ് പാർട്ടി കൊണ്ടു കൊടുത്ത കത്താണ് ഈ കത്ത്. അപ്പോൾ ഇത് ആരും അങ്ങനെ സൂക്ഷിക്കുന്നുണ്ടാവില്ല. അച്ഛൻ സൂക്ഷിച്ചു വെച്ച് അതിന് ശേഷം ഞാനും സൂക്ഷിച്ചു വെച്ച്. അന്നത്തെ മങ്ങിയ ഓർമ്മകൾ വേലായുധൻ്റെ മനസ്സിൽ ഇന്നുമുണ്ട്. അന്ന് മത്സരിച്ചത് PSP ആണ് എൻ്റെ ഓർമ്മയിലുള്ളത്. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി പത്മപ്രഭ ഗൗണ്ടൻ അയാളാണ് അവിടെ നിന്നത്. അപ്പോൾ അയാളാണ് ജയിച്ചത്. പ്രചാരണങ്ങൾ വീട്ടിലൊക്കെ ഇതേമാതിരി കത്തുകൾ കൊടുത്തയക്കുന്ന ഒരു ഓർമ്മ എനിക്കുണ്ട്. അച്ഛനിങ്ങനെ അന്ന് ഇവർ പത്മപ്രഭ ഗൗണ്ടൻ ജയിച്ച സമയത്ത് കൊടുവള്ളി വെച്ച് വലിയ വെടിക്കെട്ടും ഉത്സവം പോലെയൊക്കെ നടത്തിയിരുന്നു. അതിനൊക്കെ അച്ഛൻ പോയിരുന്നു. ഇന്നത്തെ ആപൽ ഘട്ടത്തിലൂടെ രാജ്യത്തെ നേർവഴിക്ക് നയിക്കാൻ കെൽപ്പും കഴിവുമുള്ള ഏക സ്ഥാപനം ഇന്നും കോൺഗ്രസ് മാത്രമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന നെഹ്റുവിൻ്റെ അടിക്കുറിപ്പോടുകൂടിയാണ് ഈ അഭ്യർത്ഥന അവസാനിക്കുന്നത്. ഡിജിറ്റൽ കാലത്ത് പഴയ ഓർമ്മകളും സൂക്ഷിച്ച് പുതിയൊരു തെരഞ്ഞെടുപ്പിനെ കാത്തിരിക്കുകയാണ് വേലായുധൻ. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.